വർക്കും എന്താടി പട്ടാപ്പാതിരിക്ക്? നീ വല്ല ലോക സൗന്ദര്യ മത്സരത്തിനും പോകുന്നുണ്ടോ? നീ ആര്? ഉസ്മിതാസെന്നോ അതോ ഐശ്വര്യ റോയിച്ചനോ? വെറുതെ ഒന്ന് കണ്ണാടി എടുത്ത് നോക്കിന്ന് വെച്ച്. അങ്ങനെ ഇപ്പൊ വെറുതെ നോക്കണ്ട. കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ട എന്ന് കേട്ടിട്ടുണ്ടോ? ചങ്ങാടി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടല്ലോ. അത് മതി. ആ എന്ത്യാനി മറിയാമ്മ? മമ്മി കിടന്നു. അവള് കിടന്നല്ലേ? പകലന്തിയോളം രാഷ്ട്രസേവനം നടത്തി തളർന്നു വരുന്ന ഒരു നേതാവിനെ സ്വന്തം ഭാര്യയുടെ മുതുകത്തിട്ട് 4 ഇടിയിടിച്ച് മാനസിക ഉത്തേജനം നേടാനുള്ള അവകാശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അയ്യടാ വീണിതല്ലോ കിടക്കുന്നു കഷ്ടിൽ. എടി അൽശേഷം പട്ടിനെ മോളെ. എന്താടി ഒരു സൽക്കർമ്മം ചെയ്യാൻ പോകുമ്പോ പുറകെന്ന് കുപ്പ എന്നൊരു വിളി? ഉറങ്ങുന്നതിന് മുമ്പ് മമ്മി ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്ത് കാര്യം? എന്നെ ചവിട്ടല്ലേ, ഞാൻ നന്നാവില്ല എന്നോ? ആ സാധനങ്ങളൊക്കെ പപ്പയെ കാണിക്കാൻ പറഞ്ഞു. എന്ത് സാധനം? പപ്പ ഇങ്ങോട്ടൊന്ന് വാ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്താ? യൂറിയ കുംഭകോണത്തിൽ നിന്റെ അമ്മക്ക് കിട്ടിയ ഷെയർ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പപ്പ അങ്ങോട്ട് നോക്കിയേ. അങ്ങോട്ട്. നിന്റെ അമ്മ കത്തിയും ബാഗും കച്ചവടം ചെയ്യാൻ പോകുന്നു. കച്ചവടത്തിനൊന്നും അല്ല. പിന്നെ എന്നാ പിന്നെ അവളുടെ അപ്പന്റെ ശവടക്കിനായിരിക്കും. അങ്ങനെ ഏതാണ്ടിനാണെന്നാ മമ്മി പറഞ്ഞത്. അങ്ങനെ ഏതാണ്ടിനാണ്. അങ്ങനെ ഏതാണ്ട്. വനിതാ ഡോക്ടർ സ്വന്തം ഭർത്താവിനെ 25 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി പോളിത്തീൻ പേപ്പറിൽ പൊതിഞ്ഞ് ബാഗിൽ ഒളിപ്പിച്ചു. എന്റെ കൊരട്ടി ബുദ്ധി.